40 ഹരിക്കണം 10 കുറയ്ക്കണം 4 കൂട്ടണം 32 ഹരിക്കണം ബ്രാക്കറ്റിൻ്റെ അകത്ത് 4 കൂട്ടണം 10 ഹരിക്കണം 2 കുറയ്ക്കണം 1ൻ്റെ വില കാണുക. ഇത് 28/6/25 നടന്ന ഡിഗ്രി ലെവൽ PSC പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇവിടെ പല ക്രിയകളാണ്. ഹരണമുണ്ട്, കുറയ്ക്കലുണ്ട്, കൂട്ടലുണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്. ഇങ്ങനെ പല ക്രിയകൾ വരുമ്പോൾ നമ്മൾ ബോർഡ് മാസ് തത്വം ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ബോർഡ് മാസ് തത്വം ഉപയോഗിക്കണം. ഈ ബോർഡ് മാസിലത്തെ ഓരോ അക്ഷരങ്ങളും എന്തിനെ കുറിക്കുന്നു? B എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്, O എന്ന് പറഞ്ഞാൽ ഓഫാണ്, D ഡിവിഷൻ അഥവാ ഹരണാണ്, M മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം, A അഡീഷൻ അഥവാ കൂട്ടൽ, S സബ്ട്രാക്ഷൻ അഥവാ കുറയ്ക്കൽ. ഇപ്പം ഇങ്ങനത്തെ കണക്കുകൾ നമ്മൾ ഈ ക്രമത്തിൽ ചെയ്യണം. അതായത് ആദ്യം B ചെയ്യണം, പിന്നെ O, പിന്നെ D, പിന്നെ M, പിന്നെ A, പിന്നെ S. ഈ ക്രമത്തിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ നോക്കുമ്പോൾ ഇതിലത്തെ ആദ്യത്തെ B ആണ്. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ട്. നമുക്ക് ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം, ബാക്കിയെല്ലാം അതേപോലെ എഴുതാം. 40 ഹരിക്കണം 10 കുറയ്ക്കണം 4 കൂട്ടണം 32 ഹരിക്കണം. ബ്രാക്കറ്റിൻ്റെ അകത്തോ? ബ്രാക്കറ്റിൻ്റെ അകത്തും പല ക്രിയകളാണ്. അപ്പോൾ അവിടെ ഉണ്ട് എന്താ? കൂട്ടലുണ്ട്, കുറയ്ക്കലുണ്ട്, ഹരണമുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ആദ്യം ചെയ്യുക എന്താ? ഹരണമാണ് ആദ്യം ചെയ്യുക. ഹരണം ചെയ്തിട്ട് വേണം കൂട്ടലും കുറയ്ക്കലും ചെയ്യാൻ. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് 10 ഹരിക്കണം 2 നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഈ 4 അതുപോലെ ഇട്ടു, കൂട്ടണം 10 ഹരിക്കണം 2 ഇത് വരും 5 - 1. ബാക്കിയെല്ലാം അതുപോലെ ഇട്ടു. 40 ഹരിക്കണം 10 കുറയ്ക്കണം 4 + 32 ഹരിക്കണം. ഇനി ബ്രാക്കറ്റിനകത്ത് എന്താ? ഇവിടെ നമ്മൾ ഹരണം കഴിഞ്ഞുവല്ലോ. ഇനി കൂട്ടലും കുറയ്ക്കലുമാണ്. അത് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. കൂട്ടിയതിന് ശേഷം കുറയ്ക്കാം അല്ലേ? 4ഉം 5 കൂട്ടിയാൽ 9 എന്ന് 1 കുറച്ചാൽ 8 എന്ന് വന്നു. ഇപ്പോൾ ബ്രാക്കറ്റ് ഒഴിവായി കിട്ടി നമ്മുടെ. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അടുത്തതിൽ എന്താ ഉള്ളത്? ഇപ്പോൾ 2 ഹരണമുണ്ട്, 1 കുറയ്ക്കലും കൂട്ടലും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹരണം ചെയ്യണം. ഈ 2 ഹരണങ്ങളും, ഈ ആദ്യം വരുന്ന ഹരണവും അവസാനം വരുന്ന ഹരണവും ചെയ്യാം. ഇപ്പം 40 ഹരിക്കണം 10 എന്ത് വരും? 4. കുറയ്ക്കണം 4 നമ്മൾ അതുപോലെ ഇട്ടു, പ്ലസ് അവസാനത്തെ 32 ഹരിക്കണം 8 അതും 4. ഇപ്പോൾ ഹരണം കഴിഞ്ഞു. ഇനി എന്താണുള്ളത്? ഇനി കുറയ്ക്കലും കൂട്ടലുമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ കുറച്ചതിന് ശേഷം കൂട്ടാം, അല്ലെങ്കിൽ കൂട്ടിയതിന് ശേഷം കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെയും അവസാനത്തെയും 4കൾ തമ്മിൽ കൂട്ടാം. കാരണം എന്താ? ഈ 4ഉം ചിഹ്നങ്ങളില്ല, അതായത് പോസിറ്റീവ് ചിഹ്നമാണ്. അപ്പോൾ ഒരേ ചിഹ്നങ്ങളൊന്ന് കൂട്ടുക. നമ്മൾ 4ഉം 4ഉം കൂട്ടിയ 8, അതിന് ശേഷം ഈ 4 കുറയ്ക്കുക. 8ഉം 4 കുറച്ചാൽ ഉത്തരം 4.